അല്ല ഇത് വിചാരിച്ച പോലെ അടിപൊളിയായല്ല. ഓക്കെ, വന്നിട്ടൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയല്ലേ, അടിപൊളി. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം എടുത്ത് നോക്കാം, വേറെ പാത്രത്തേക്ക് മാറ്റാം. കുറച്ച് നാളെ കലത്തപ്പം ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചെടുക്കണം. നമുക്ക് ഇവിടെ അങ്ങനെ അത്ര അവൈലബിൾ അല്ല നമ്മുടെ നാട്ടിൽ. അപ്പം അന്ന് കുറച്ച് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം അരിപ്പൊടി, അതുപോലെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്, ശർക്കര, ഉള്ളി, നെയ്യ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ബൗള് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ആദ്യം തന്നെ വെള്ളം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ ആയി വരില്ല. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കൂടുതൽ ആളുകൾ പച്ചരി കുതിർത്തിട്ട് അങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടിച്ചു വെച്ചിട്ടുണ്ടതിന് ശേഷം പിന്നെ തേങ്ങയും ജീരകവും ഏലക്കായും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിന് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ട് കഴിക്കാൻ പോണ കാര്യം കേട്ടോ. അപ്പോൾ എത്രത്തോളം ശരിയായി വരുമെന്നൊന്നും അറിയില്ല, എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര നീര് ശരിയായിട്ടുണ്ട്, അത് ചൂടാറിയിട്ട് മാത്രം ആവിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്ത് പോവുക. ശർക്കരപ്പാൻ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടാൻ നോക്കുക. ഞാൻ കുറച്ച് അളവ് മാത്രം ഉണ്ടാക്കി നോക്കണം, നമ്മൾ പരീക്ഷിച്ച് നോക്കാനല്ലേ. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കി നോക്കുന്നില്ല. പിന്നെ ഇതിന് ചേർക്കാനുള്ളത് ഒരു നുള്ള് സോഡാപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന് അവിടെ സെറ്റാൻ വേണ്ടി വെക്കാം. നമുക്ക് ചെയ്യാനുള്ള കുക്കർ എടുക്കുക. കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഇട്ട് ഇതുപോലെ മൊരിയിച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പം തന്നെ നമുക്ക് നമ്മളെ മിക്സ് ഉണ്ടല്ലോ, കലത്തപ്പം ഉണ്ടാക്കാനുള്ള മാവിൻ്റെ മിക്സ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം അടപ്പ് വെച്ചിട്ട് വിസിൽ വെക്കാതെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും, ഇത് വെന്തും കിട്ടൂല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നൊന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ ഇളക്കി പറിച്ചെടുക്കാണ്ട് ശ്രദ്ധിച്ചെടുത്താൽ മതി. കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ നല്ല പാൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൊന്നും അല്ലെങ്കിലും അടിയൊന്നും പിടിച്ചിട്ടില്ല, തീരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയാൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നും പറയില്ല, എന്നാലും ഉണ്ടാക്കി നന്നായിട്ടുണ്ട്. കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ച് പരിക്കൊറ്റിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇതാണ് പെർഫെക്റ്റ് റെസിപ്പി അങ്ങനെയൊന്നുമില്ല, ചെയ്ത് നന്നായിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും.